ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സാരി വീഡിയോയിൽ 2 ഫാബ്രിക്കും 3 പാറ്റേണും വരുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത്. ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. പല പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. സെമി ജൂട്ട് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അത് തന്നെ 2 പാറ്റേൺ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സും പല്ലു പോർഷനും വരുന്ന സാരീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം കളർ ബോർഡേഴ്സും പല്ലു പോർഷനും ആയിട്ട് വരുന്ന സാരീസ് ഒത്തിരി പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. ഇനി ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം വിചാരിച്ചെങ്കിൽ പോലും വീണ്ടും കസ്റ്റമേഴ്സ് പഴയ വീഡിയോസിന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇത് വീണ്ടും അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പുതിയ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന കളേഴ്സും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കും, ഫൈനാൻഷ്യലി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് പിന്നീട് നമുക്ക് ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പഴയ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് അയക്കട്ടെ. നമുക്ക് റീസ്റ്റോക്ക് ഒക്കെ ചെയ്യാനും കൊണ്ടുവരാനും പറ്റുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് 2 പാറ്റേണിൽ സെമി ജൂട്ട് സിൽക്ക് സാരീസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഫാബ്രിക്കിൽ വരുന്നതെന്ന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് റീസ്റ്റോക്ക് ആണോ എന്ന്. കാരണം ഒരു 1 വീക്ക് ബിഫോർ ആണ് ഈ ഒരു ഈ ഒരു പാറ്റേൺ വരുന്ന സാരീസ് നമ്മൾ വീഡിയോ ചെയ്തത്. അതായത് ഒരു സെമി ടസർ ഫാബ്രിക്കിലേക്ക് ഇതുപോലെ ഫ്ലോറൽ ഡിസൈനും നമുക്ക് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആണോ എന്ന് ചോദിച്ചാൽ റീസ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ ഫാബ്രിക്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഡിസൈനിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് വരുന്നുണ്ട്. ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത് ഇതിന്റെ പ്രൈസ് റേഞ്ചിലാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു 1980 പ്രൈസ് റേഞ്ചിലേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ച് ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ആ ഒരു പാറ്റേൺ ഓൾമോസ്റ്റ് വന്നിട്ട് ഫാബ്രിക്കിൽ ചെറിയ ഡിഫറൻസ്, പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആണ്. പ്ലീറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. ഈ ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന കേട്ടോ. ഓഫീസ് ഗോയിങ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിന്റെ പ്രൈസ് റേഞ്ച് ആണ് മറ്റൊരു ഹൈലൈറ്റ്. 1295 റേറ്റിലേക്കാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഐറ്റം ഒക്കെ കണ്ടു കൊതിച്ചവർക്ക് എല്ലാവർക്കും തന്നെ വാങ്ങാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഷോപ്പ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ബേസ് കളർ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും തന്നെ ഒരു ബേസിക് കളർ എന്ന് പറയുന്ന ഒരു ബേസ് അല്ലെങ്കിൽ ലൈറ്റ് ചിക്കു ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു ഗ്രീനിൻ്റെ കോമ്പിനേഷനുമായിട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഫ്ലോറൽ ഡിസൈൻ പാറ്റേണിലേക്കാട്ടോ വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കുമാണ്. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനും ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാനും പറ്റും കേട്ടോ. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ചെറിയ ഡിസൈനിൽ ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഗ്രീൻ കളറിലേക്ക് തന്നെയാണ്, പ്ലെയിൻ ആയിട്ടാണ് വരിക. പ്രൈസ് വരുന്നത് 1295. നമുക്ക് ലിമിറ്റഡ് പീസ് വന്നിരിക്കുന്നതാണ്. നമുക്ക് റീസ്റ്റോക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൈ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് അയക്കാം കേട്ടോ കമൻ്റായിട്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സാരി. ഇത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. പിങ്കിൻ്റെ കോമ്പിനേഷൻ വരും. പിങ്ക് കളറായിരിക്കും ബ്ലൗസ് പീസ് വരിക. 1295 റേറ്റിലേക്ക് വരും. അടുത്ത് വരുന്നത് ഒരു പീച്ച് കളർ കോമ്പിനേഷനുമായിട്ടാണ്. എല്ലാ കളർ കോമ്പിനേഷൻ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. ഓൾമോസ്റ്റ് ബേസിക് കളർ എല്ലാത്തിൻ്റെയും ഈ ഒരു ഡാർക്ക് ബേജ് അല്ലെങ്കിൽ ലൈറ്റ് ചിക്കു ടോണിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുകയും ചെയ്യും. 1295 പ്രൈസ് റേഞ്ചിലേക്ക്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ലാവൻഡർ കോമ്പിനേഷനുമായിട്ടാണ്. കളർ കോമ്പിനേഷൻസ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇതിൽ വരുമ്പോഴത്തേനൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. പല്ലുവിലേക്കൊക്കെ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ഡിസൈൻ പാറ്റേൺ വരും. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരും. മസ്റ്റാർഡിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് അടുത്ത വന്നിരിക്കുന്നത്. 1295 പ്രൈസിലേക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. അടുത്ത നമ്മുടെ സെമി ജൂട്ട് സിൽക്ക് സാരീസ് 1795 MRP വരുന്ന ഐറ്റംസ് ആണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് മെറൂൺ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻസ്. സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. സെമി ജൂട്ട് സിൽക്ക് സാരീസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻസ്. അതുപോലെ തന്നെ ആ ഒരു ഫാബ്രിക് ഇതും നമ്മൾക്ക് എങ്ങനെ വേണേലും ഡ്രൈപ്പ് ചെയ്യാം. 1 ലെയർ പ്ലീറ്റ്സ് ചെയ്തൊക്കെ ഡ്രൈപ്പ് ചെയ്യാം. നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെമി ജൂട്ട് സിൽക്ക് സാരീസ് നമുക്ക് അങ്ങനെ എപ്പോഴും അയൺ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഒരു ലോങ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു 8 hours ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന് ആ ഒരു ചുളുക്കൊന്നും വരില്ല കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസിലേക്ക് വന്നിട്ടുണ്ട്. പല്ലുവിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് ഗ്രീൻ കളർ ആ ഒരു ബനാറസി വീവിങ് വരുന്ന സ്ലീവിൻ്റെലേക്ക് ബോർഡർ പോർഷനും കൊടുത്തിട്ടുണ്ട്. 1795 ആണ് റേറ്റ് വരുന്നത്. അടുത്ത നേവി ബ്ലൂ. നേവി ബ്ലൂവിൻ്റെ എന്താ പറയുക, നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബ്ലൂ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതത്രയ്ക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാലും അവസാനം ചെന്ന്
എത്തിപ്പിടിക്കുന്ന ആ ഒരു ബ്ലൂവിലേക്ക്. അപ്പോൾ ഇത് നേവി ബ്ലൂ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലേക്കാണ് വരിക. പിങ്കിൽ തന്നെ സ്ട്രൈപ്സ് വരുന്ന പല്ലു, ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്, ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. 1795 റേറ്റിലേക്ക്. നേവി ബ്ലൂവിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിലായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ആട്ടോ ഈ റെഡിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും എനിക്കൊന്ന് ആദ്യത്തെ വീഡിയോ തൊട്ട് ഉണ്ടായിരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ. അതും ഇപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് കളർ ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. 1795 റേറ്റിലേക്ക്. അടുത്ത കുറച്ച് റയറായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഒരു റസ്റ്റി ഓറഞ്ച് ഷെയ്ഡാണ് നമ്മുടെ ആ ഒരു ബോഡി പോർഷനിലേക്ക് വന്നിരിക്കുന്നത്. നല്ല വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെയാണ് നല്ല ഭംഗി കിട്ടുന്ന ഒരു കളറ്. അതിൽ കോമ്പിനേഷൻ ഗ്രീൻ ആയിട്ട് വരും. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസും റേറ്റാണ് വന്നിരിക്കുന്നത്. 1795 റേറ്റിലേക്ക്. പ്രശ്നം നേവി ബ്ലൂവിൻ്റെ ലവേഴ്സിന് ഒത്തിരി കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അത് നമ്മൾ രണ്ടെണ്ണം കാണിച്ചിരുന്നു. പിന്നെ ഒരു പിക്കോ ബ്ലൂവിൻ്റെ കോമ്പിനേഷനുമായിട്ടാണ് അടുത്ത വരുന്നത്. അതെല്ലാം സെയിം പ്രൈസ് റേഞ്ച് കേട്ടോ. 1795 റേറ്റിലേക്ക്. ഈ ഒരു സാരി എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വീഡിയോയിൽ വേറെ ചെയ്തിരിക്കുന്ന സാരി ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പല പ്രാവശ്യവും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം. അതായത് നമ്മുടെ ചെറുപയർ പച്ച ഒരു ബർഗൻഡി കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. 1795. അടുത്ത കളർ കോമ്പിനേഷനൊക്കെ ബ്ലാക്ക് ഫ്ലവേഴ്സിന് എന്തായാലും അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ. ഇതും ഒരു മെറൂൺ കോമ്പിനേഷനുമായിട്ടാണ് വരുന്നത്. ബ്ലാക്കിൽ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് റെഡ് ആയിരിക്കും. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. ഇതും സൂപ്പർ തന്നെയാണ്. 1795 പ്രൈസ് റേഞ്ചിലേക്ക് വരും. അടുത്തത് ഇനി നമ്മൾ സെയിം കളർ ബോർഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു വയലറ്റ് ടോൺ ആണ്. ഇതിൽ സെമി ഡ്യൂട്ട് സിൽക്ക് സാരിയിൽ ഏത് കളറാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൺഫ്യൂസിങ് ആകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു കളറ് സെലക്ട് ചെയ്യാന്നുള്ളതായിരിക്കും. പിന്നെ 1-2 കളേഴ്സ് വാങ്ങിയിട്ടുള്ളവർക്ക് പിന്നെ ഇല്ലാത്തൊരു കളർ സെലക്ട് ചെയ്യാം. അതല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇതെടുക്കണോ അതെടുക്കണോ എന്ന്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് 2 പാറ്റേണും വന്നിരിക്കുന്നത്. ഔട്ട്ലുക്ക് വരുന്നത് ഇതിൻ്റെ അപ്പം നമുക്ക് സെയിം കളറായിരിക്കും പല്ലുവും അതുപോലെ തന്നെ ബ്ലൗസ് പീസും ഒക്കെ വരിക. 1795 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു ഷെയ്ഡ് നോക്കിയാൽ അത് അധികം അങ്ങനത്തെ കോമൺ ആയിട്ടുള്ളൊരു കളറല്ല. കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാട്ടോ വന്നിരിക്കുന്നത്. സൂപ്പറായിട്ടുള്ള ഷെയ്ഡ്. എനിക്കൊന്ന് എല്ലാ പ്രാവശ്യവും വീഡിയോയിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. 1795 റേറ്റിലേക്ക്. അടുത്തൊരു മെറൂണിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല കളർ ചേർത്ത സെയിം കളർ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ പല്ലു പോർഷനൊക്കെ വരുന്ന 1795. നേവി ബ്ലൂ ഒഴിവാക്കാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു ഷെയ്ഡിന് അത്രയേറെ മൂവിങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ സെയിം കളർ ബോർഡറും പല്ലു പോർഷനായിട്ടും കോൺട്രാസ്റ്റ് 2-3 കളർ കോമ്പിനേഷൻസും ആയിട്ട് ഈ ഒരു സാരി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ വേണം ഉള്ളൊരു നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. 1795 പ്രൈസ് റേഞ്ചിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.